ഇഗ്നീഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എടാ അതിൻ്റെ താഴ്ഭാഗത്തൊരു ചെറിയ സംഭവം ഉണ്ട്. ഇതെന്താണെന്ന് ഞാൻ പറയാം. ഇനി അതിനകത്തൊരു ഫണ്ട് കാണിക്കുക. ഇവിടെ കാണിച്ചു. ഇത് ശരിക്കും ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വാഹനം 2001 വാഹന വിപണിയിലേക്ക് കടന്നു വന്നത്. പിന്നീട് 2007 താൽക്കാലികമായി കമ്പനി ഈ മോഡലിനെ അവസാനിപ്പിച്ചു. അതിനുശേഷം ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടു ഈ മോഡലിനെ വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യണമെന്ന്. അങ്ങനെ 5 വർഷത്തെ റിട്ടയർമെൻറ്റ് കാലയളവിന് ശേഷം 2012 ഈ മോഡൽ പിന്നെയും വാഹന വിപണിയിലെത്തി എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒരു പക്ഷേ നമ്മളൊക്കെ പല സിനിമയിലൂടെയും കണ്ടു ശീലിച്ചിട്ടുള്ള അല്ലെങ്കിൽ ജെയിംസ് ബോണ്ടിൻ്റെ പേരിൽ ഒരുപാട് അറിയപ്പെടുന്ന ആസ്റ്റൺ മാർട്ടിൻ എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയുടെ വാങ്കിഷ് എന്ന് പറയുന്ന മോഡലിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. ഈ വാഹനത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് സംസാരിക്കാം, ആസ്റ്റൺ മാർട്ടിനെ കുറിച്ച് സംസാരിക്കാം. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വീഡിയോയിലേക്ക് വിശദമായിട്ട് പോയിട്ട് വാൻഗുഷിനെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ഞാൻ ഇൻവോൾവ് 1 ഒരു പുതിയ ഫ്രാഗ്രൻറ്റ് പരിചയപ്പെടുത്താം. സ്പാർക്ക് എന്ന് പറയുന്ന ഒരു ഫ്രാഗ്രൻ്റാണ്. ശരിക്കും നമ്മൾ വാഹനത്തിനകത്തൊരു ഇമോഷണൽ അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് മൂഡൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഇത് നമ്മളെ സഹായിക്കും. നല്ല അടിപൊളി സ്മെല്ലാണ്. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള മറ്റ് ഫ്രാഗ്രൻ്റ് മസ്ക് അതൊക്കെ ഉപയോഗിച്ച് ശീലിച്ച ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് മാറ്റി പിടിക്കാൻ ഈ ഒരു ഫ്രാഗ്രൻ്റ് നിങ്ങളെ സഹായിക്കും എന്നതാണ്. ഇൻവോൾവ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചായിട്ട് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു എയർ ഫ്രാഗ്രൻ്റാണ്. 400 രൂപയുടെ അടുത്താണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. 3 മാസക്കാലമുള്ള ഉപയോഗിക്കാം, കപ്പ് ഹോൾഡറിനകത്ത് വെക്കാം, ഭയങ്കര ഈസി ടു യൂസ് ആണ് തുടങ്ങിയൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. യുള്ള ആൾക്കാർ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് യിലും ആമസോൺ വഴി ഇത് വാങ്ങാൻ പറ്റുമെന്നാണ്. അതിൻ്റെ ലിങ്കും താഴെയുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആസ്റ്റൺ മാർട്ടിൻ എന്ന് പറയുന്ന കമ്പനിയെക്കുറിച്ച് പറയുന്ന സമയത്ത് രസകരമായിട്ടുള്ളൊരു കാര്യം പറയാനുണ്ട്. എനിക്കതൊരു 3 വർഷങ്ങൾക്ക് മുമ്പ് ആസ്റ്റൺ മാർട്ടിൻ്റെ DB9 എന്ന് പറയുന്ന മോഡൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ദുബായിൽ ഹാഫ് ഡെസേർട്ടിൽ നിൽക്കുന്ന സമയത്താണ് നമ്മളെ വേറൊരു വാഹനം വന്നിടിക്കുകയും നമ്മളെ 2 കൈ മുറിയുകയും അങ്ങനെ നമ്മൾ നാട്ടിലേക്ക് വരികയും ഒക്കെ ചെയ്തത്. എനിക്ക് ഓർമ്മയുണ്ടായിരിക്കും, കാർ ഹണ്ടിൻ്റെ സീസൺ 1 നമുക്ക് അങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു. ആ ആക്സിഡൻറ്റിന് സാക്ഷ്യം വഹിച്ചൊരു നിർമ്മാണ കമ്പനി കൂടിയാണ് ആസ്റ്റൺ മാർട്ടിൻ എന്ന് പറയേണ്ടി വരും. ആ സമയത്ത് ഷൂട്ടൊന്നും നടന്നില്ല, പിന്നെ എല്ലാവർക്കും അറിയാം കഥകളൊക്കെ. അപ്പോൾ ഏതായാലും നമ്മൾ വീണ്ടും ഇപ്പം ഈ ഒരു ആസ്റ്റൺ മാർട്ടിനുമായിട്ട് നിൽക്കുന്നത് കേരളത്തിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ലക്ഷറി യൂസ്ഡ് കാർ പ്രീമിയം അല്ലെങ്കിൽ പ്രീമിയം യൂസ്ഡ് കാർ ഡീലേഴ്സായിട്ടുള്ള ഹർമൻ മോട്ടോഴ്സിലാണ്. ഹർമൻ മോട്ടോഴ്സിനെ കുറിച്ചൊക്കെ എനിക്കറിയാം. എനിക്ക് തോന്നുന്നു ലംബോഗിനി ഗയാഡോ ഒക്കെ ഇവിടെ നിന്ന് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്റ്റാർട്ടിങ് സമയത്ത്. അതിനുശേഷം ഈ ഒരു കൊച്ചിയിൽ ഗംഭീരമായിട്ടുള്ള ഒരു ഷോറൂം ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. അതിവിശാലമായിട്ടുള്ള കാണാൻ ഭയങ്കര ചന്തമുള്ള ഒരു ഷോറൂം. ആ ഒരു ഷോറൂമിൽ വെച്ചിട്ടാണ് ഇപ്പം നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് വാക്ക് റൗണ്ടാണ്, ഫസ്റ്റ് ലുക്ക് പോലെ. അന്ന് DB9 ഞാനിങ്ങനെ കണ്ടു എന്നല്ലാതെ നമുക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഫസ്റ്റ് ആസ്റ്റൺ മാർട്ടിൻ വീഡിയോ കൂടിയാണിത് എന്നുള്ളതാണ്. ആസ്റ്റൺ മാർട്ടിൻ നമുക്കൊക്കെ അറിയാം, ജെയിംസ് ബോണ്ട് സിനിമയിലൂടെ വളരെ പ്രശസ്തമാണ്. ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാം. പെർഫോമൻസും ഡെയിലി യൂസിനും ഒക്കെ പറ്റിയ ഒരു വാഹനം കൂടിയാണ് ഇവരുടെ പല വാഹനങ്ങളും എന്നുള്ളത്. വാങ്കിഷും സ്വാഭാവികമായിട്ടും ആ തരത്തിലുള്ളതാണെന്നുള്ളതാണ്. ആദ്യം നമുക്ക് ഈ ഒരു ലുക്ക് ആൻഡ് ഡിസൈൻ എലമെൻറ്റുകളൊന്ന് പരിശോധിക്കാം. ഹെഡ് ലാമ്പിൽ നിന്ന് ആരംഭിക്കാം എന്നുള്ളതാണ്. ഈ ഹെഡ് ലാമ്പിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ DRLനെ മെൻഷൻ ചെയ്യണം. നമ്മളിതുവരെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു DRL യൂണിറ്റാണ്. പക്ഷേ കഴിഞ്ഞ 10 വർഷത്തിലധികമായിട്ട് സെയിം പാറ്റേൺ തന്നെയാണ് ആസ്റ്റൺ മാർട്ടിൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊരു ഹൈലൈറ്റ് ആണ്. ഹെഡ് ലാമ്പ് വാഷിംഗ് യൂണിറ്റ് ഉണ്ട്, കുറച്ചൊരു സ്ലീക്ക്, ശരിക്കും നമ്മളൊരു പോഷ് എലമെൻ്റ് ഒക്കെ വേണമെങ്കിൽ പറയാം. ആ തരത്തിലാണ് ഇതിൻ്റെ ഹെഡ് ലാമ്പിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഗ്രിൽ പാറ്റേണിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ചെറിയ ഒരു ആംഗ്രി ബേർഡ് എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരു ഗ്രിൽ പാറ്റേൺ ആണ്. പക്ഷെ ഭയങ്കര രസകരമായിട്ടുള്ളതാണ്. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കി നിൽക്കുമ്പോൾ ഇങ്ങനെ നോക്കി നിന്ന് പോകുന്ന ഒരു ഫീൽ ശരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിലുണ്ട്. താഴ്ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ കാർബൺ ഫൈബറാണ് ഈ മെറ്റീരിയൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എയർ ഡാം യൂണിറ്റും ലിപ്പ് ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. ഒരു കാര്യം കൂടി പറയാം, കാർബൺ ഫൈബറിലാണ് ഇത് ഫുള്ളി നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതിന് മുമ്പുള്ള മോഡലിനേക്കാളും വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ടാണ് ബോഡി വർക്ക്സ് കംപ്ലീറ്റ്ലി കാർബൺ ഫൈബർ എലമെൻറ്റിലേക്ക് ഇവർ റീചേഞ്ച് ചെയ്തത് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ആസ്റ്റൺ മാർട്ടിൻ്റെ ലോഗോ കാണാം. ഇതിനകത്ത് ആസ്റ്റൺ മാർട്ടിൻ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു പക്ഷി ഇങ്ങനെ ചിറകൊക്കെ വിരിച്ച് നിൽക്കുന്ന പോലത്തെ ഒരു ഫീലാണ് ഈ ലോഗോ ഒക്കെ ഉള്ളത്. പക്ഷേ ഇതിന് വേറെ പ്രത്യേകത കൂടിയുണ്ട്, അത് ഞാൻ സൈഡ് പറയുന്ന സമയത്ത് പറയാം. പിന്നെ ഈ ഒരു ഹുഡ് ശരിക്കും ഒരു പോണി കാർ സ്റ്റൈലിലാണ് ഇത് വന്നിട്ടുള്ളത്. നീണ്ട ഹുഡുകൾ അതിങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ സ്ലോപ്പായിട്ട് നിൽക്കുന്നു എയറോഡൈനാമിക്സിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഇതിൻ്റെ ധാരാളം ക്യാരക്ടർ ലൈൻസുകളൊക്കെ ഇതിനെ മനോഹരമാക്കുന്നുണ്ട്. എൻജിൻ ഇതിനകത്താണുള്ളത്. എൻജിനെ കുറിച്ച് ഞാൻ സംസാരിക്കാം. അതിന് മുന്നേ തന്നെ ഇവിടെ നമുക്കൊരു ബ്രീത്തിങ് സിസ്റ്റം ഒക്കെ കൊടുത്തിട്ടുണ്ട്. 2 ഒരു ഹുഡ് ഗ്രിൽ പോലത്തെ പാറ്റേണും കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാമെന്നുള്ള. ശരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ ഈ വാഹനം. അത് പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യം. എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ നിങ്ങളിത് കാണുന്ന സമയത്ത് ആ യെല്ലോ ഷെയ്ഡിലും നല്ല മനോഹരമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് നമ്മൾ സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുന്ന സമയത്ത് 20 ഇഞ്ച് വീലുകളാണ് കൊടുത്തുള്ളത്. 5 സ്പോക്ക് അതിനകത്ത് മൾട്ടി സ്പോക്കുകളായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ആസ്റ്റൺ മാർട്ടിൻ്റെ ലോഗോ കാണാം. ആസ്റ്റൺ മാർട്ടിൻ്റെ തന്നെ ബ്രേക്ക് കാലിപ്പേഴ്സാണ്, യെല്ലോ ബ്രേക്ക് കാലിപ്പേഴ്സ്. എനിക്ക് തോന്നുന്നു ആ ഒരു കളർ മാച്ച് ചെയ്തേക്കാനാണ് തോന്നുന്നത്. അതിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇവിടെ നമുക്കൊരു ഫെൻഡർ ഡിസൈനും കാര്യങ്ങളൊക്കെ ആണ്. ശരിക്കും ഡിസൈൻ മാത്രമല്ല കേട്ടോ, ഇവിടെ നമുക്കിത് വർക്കിംഗ് ആണ്. അതായത് ലൈക്ക് ഒരു
ബ്രീത്തിങ് സിസ്റ്റം പോലെ. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഇൻഡിക്കേറ്റർ പാറ്റേണും ഒരുപാട് കാലമായിട്ട് ആസ്റ്റൺ മാർട്ടിൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഈ കാർബൺ ഫൈബർ എലമെൻറ്റ് കുറച്ച് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. മറ്റേ ബോഡി കളർ ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. താഴ്ഭാഗത്തൊരു ലിപ്പ് പോലത്തെ ഒരു ഭാഗവും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ തന്നെ ഡോർ ഹാൻഡിൽസ് ഇത് ശരിക്കും പോപ്പപ്പ് സ്റ്റൈലാണ്, നമ്മൾ സാധാരണ പല വാഹനത്തും കണ്ടിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഇതാ, ഇത് ഇങ്ങോട്ടും കയറി നിൽക്കുന്നു, എന്നിട്ട് ഇങ്ങോട്ട് എത്തുന്ന സമയത്ത് ഇത് ഫെയ്ഡായി പോകുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം ഞാൻ പറയാം, ലോഗോൻ്റെ ഒരു ഡിസൈനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞായിരുന്നു. നമുക്ക് ഈ ഡോർ ഒന്ന് ഓപ്പൺ ആക്കി ഞാൻ ജസ്റ്റ് കാണിക്കാം. ഫ്രെയിംലെസ് ഡോറുകളാണ്. ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവുന്നത് ശരിക്കും മുകളിലേക്കാണ്, അതായത് ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യുന്ന പോലെയാണ്. ഈ 2 ഡോറുകളും ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് 2 ഡോറും ഇതേപോലെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ആ ഒരു ലോഗോ പോലെ തന്നെ ഫീൽ ചെയ്യും എന്നുള്ളതാണ്. ലോഗോ ശരിക്കും മുകളിലേക്ക് ഇങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന പോലെ അല്ലേ, അതേപോലെയാണ് ഇതും മുകളിലേക്ക് ഇങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, ശരിക്കും ഈ ഡോറിൻ്റെ പാറ്റേൺ അതിനെ പെട്ടെന്ന് അനുകരിക്കാൻ വേണ്ടി ചെയ്തേക്കാനാണ് എന്നുള്ളതാണ്. അല്ലാതെ അങ്ങനെ കാര്യമായിട്ടുള്ള ഉപയോഗം എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇറ്റ്സ് ആൻ യുണീക്ക്, ഒരു ഭയങ്കര യുണീക്കായിട്ടുള്ള ഒരു ഡോർ സ്റ്റൈലാണ് ഇത് ഓപ്പൺ ആവുന്നത് എന്നുള്ളതാണ്. നൈസ്. താഴെ ചെറിയ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് തട്ടാതെ വേണമെങ്കിൽ ഓപ്പൺ ആക്കാൻ ഇത് സഹായിക്കാം എന്നുള്ളതാണ്. ഗ്ലാസ് പാറ്റേൺ ഇതൊക്കെ വളരെ ചെറിയ പോലെ നമുക്ക് തോന്നും. അപ്പോൾ ഇതിനകത്ത് എത്രമാത്രം ഹെഡ് റൂം ഉണ്ട്, എത്രമാത്രം ലെഗ് റൂം ഉണ്ട് എന്നുള്ളൊരു സ്വാഭാവിക സംശയം ഉണ്ടായിരിക്കും. ശരിക്കും എൻ്റെ പകുതിയേ ഉള്ളൂ ബോസ്. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാം, അകത്തേക്ക് കയറുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സൈഡ് വ്യൂ മിറർ, 360 ഡിഗ്രി ക്യാമറ വ്യൂ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല. സൈഡിലത്തെ ഇൻഡിക്കേറ്റർ ഇവിടെയാണ് കൊടുത്തേക്കണമെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ ഫെറാറിയിലൊക്കെ കണ്ടതുപോലെ തന്നെ ഈ ഒരു ഗ്യാപ്പ് അത് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഉണ്ടോ, ഇവിടെ നമുക്ക് കാർബൺ ഫൈബർ എലമെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. റൂഫിലേക്ക് വന്നു കഴിഞ്ഞാലും ആ ഒരു കാർബൺ ഫൈബറിൻ്റെ ഒരു ഹൈലൈറ്റ് നമുക്ക് ഫീൽ ചെയ്യും. ഞാൻ വീണ്ടും എടുത്ത് പറയുന്നില്ല, ഈ ബോഡി ഫുൾ കാർബൺ ഫൈബർ തന്നെയാണ് എന്നുള്ളതാണ്. ഇനി ബാക്കിലേക്ക് വരുന്ന സമയത്തും ഈ ഒരു ഭാഗം ശരിക്കും ഈ ഒരു ഫെൻഡറിൻ്റെ ഭാഗം കുറച്ചിങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്ന, ഫ്രണ്ടിൽ നമ്മൾ കാണുന്നതിനേക്കാൾ കുറച്ചുകൂടി വലിയ വാഹനമാക്കി ബാക്കിലേക്ക് ക്രിയേറ്റ് ചെയ്യാനും ബാക്ക് പ്രൊഫൈൽ ഒന്നുകൂടി യുണീക്കാക്കാനും ഈ ഒരു ബൾജിങ് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ബാക്ക് നോക്കാം. ബാക്ക് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു നാരോ ആയിട്ടുള്ള ടെയിൽ ലാമ്പിനെ നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്നത്. അതൊരു സി ഷേപ്പിലൊക്കെയാണ് ക്രമീകരിച്ചിട്ടുള്ളത് അല്ലേ. ഓക്കെ, വാങ്കിഷ് എന്ന് പറയുന്ന ഒരു ലെറ്ററിങ് കാണാം. ഇതിൻ്റെ വി കുറച്ച് താഴ്ത്തി വെച്ചേക്കുന്നത്. ആസ്റ്റൺ മാർട്ടിൻ എന്ന് പറയുന്ന ഒരു ലോഗോ, നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു ഫ്ലൈയിങ് മെത്തേഡിൽ അതിൻ്റെ താഴ്ഭാഗത്തൊരു ചെറിയ സംഭവമുണ്ട്. ഇതെന്താണെന്ന് ഞാൻ പറയാം അതിന് മുമ്പ്. ഇവിടെ നമുക്കൊരു സ്പോയിലർ യൂണിറ്റ് കാണാം. ഇൻബിൽറ്റഡ് ആണ്, ലൈക്ക് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല ആ തരത്തിൽ. കാർബൺ ഫൈബർ എലമെൻറ്റ്, അതുപോലെ തന്നെ 2 എക്സോസ്റ്റ് പൈപ്പുകളും നമുക്ക് കാണാം. രണ്ടും ഫങ്ഷനിങ് ആണ്, ഹെവിയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഡിഫ്യൂസറിൻ്റെ ഭാഗമൊക്കെ നോക്കിയാൽ ഒരു യുണീക്ക്നെസ് ഫീൽ ചെയ്യുന്നില്ല. ഇവിടെ നമുക്കൊരു ഗ്രിൽ പാറ്റേൺ ഒക്കെ കൊടുത്തിട്ട് അതൊരു വെറൈറ്റി ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് നമുക്കിതിൻ്റെ എക്സോസ്റ്റ് നോട്ടൊന്ന് കേട്ടാലോ, എന്നിട്ട് ബാക്കി ആ ബട്ടൺ എന്താണെന്നുള്ളത് പറയാം. സ്റ്റാർട്ട് ചെയ്യാട്ടാ. റോറിങ്, നൈസ്. എക്സോസ്റ്റ് നല്ലതായിരുന്നു, നമ്മൾ അത്യാവശ്യം നന്നായി നനഞ്ഞിട്ടുണ്ട്. എക്സോസ്റ്റിനുള്ളിൽ നിന്ന് വെള്ളം വന്നു. നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും എന്തുകൊണ്ടാണ് എക്സോസ്റ്റിനുള്ളത് വെള്ളം വരുന്നതെന്നല്ലേ. അപ്പോൾ ഞാൻ പ്രത്യേകം പറയണല്ലോ, ക്യാമറയിലും വെള്ളമായിട്ടുണ്ട്. ഇനി ഈ ബട്ടനാണ്. ഈ ബട്ടൺ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബട്ടനാണ്. ഈ ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബൂട്ട് ഓപ്പൺ ആക്കാം. യെസ്, ഇതാണ് ബൂട്ട് സ്പേസ് വരുന്നത്. സാധാരണ ഇതിൽ നമ്മളൊരു ഹാച്ചിലെല്ലാം കാണുന്ന പോലത്തെ ഒരു ബൂട്ട് സ്പേസ് അല്ലേ. പക്ഷേ ഈ മെറ്റീരിയൽ നല്ലതാണ്, ഒരു വെൽവെറ്റ് മെറ്റീരിയലാണ് കൊടുത്തേക്കുന്നത്. കണ്ടോക്കിയാൽ ബോഡി ഫുള്ള് കാർബൺ ആണെന്നുള്ളതിന് തെളിവാണ്. ഇതൊക്കെ കണ്ടോ, കാർബൺ ഫൈബർ ആ ഒരു ഇത് പുറത്ത് മാത്രമാണ് പെയിൻറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ പിടിച്ച് ക്ലോസ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അവിടെ കാണാം. ഇത് ഓപ്പൺ ആക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇല്ല, താഴ്ഭാഗത്തൊന്നുമില്ല. ഓക്കെ, ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി കാണിക്കാം. ഈ ടെയിൽ ഗേറ്റിനും സോഫ്റ്റ് ക്ലോസിങ് മെത്തേഡാണ് കൊടുത്തേക്കുന്നത്. സോഫ്റ്റായിട്ട് അത് ക്ലോസായി ലോക്കായി എന്നുള്ളതാണ്. ഇനി ഒരു കാര്യം കൂടി കാണിക്കാം. ഈ സൈഡ് ഫെൻഡറിൻ്റെ, അതായത് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഫ്രണ്ടിലേക്ക് ഫേസ് ചെയ്തിരിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൻ്റെ ഭാഗത്താണ് ഫ്യൂവൽ ടാങ്കിൻ്റെ ഭാഗം കൂടെ, അതായത് ഫ്യൂവൽ ലിറ്റ് ഇവിടെയാണ് കൊടുത്തേക്കുന്നത്. ഇത് അകത്തുനിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന തരത്തിലാണ്. ബാക്കിൽ നമുക്ക് വൈപ്പേഴ്സോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. ഫ്ലാറ്റനായിട്ടുള്ള ഒരു ഗ്ലാസ്, അതുപോലെ തന്നെ അതിനകത്ത് ഡീഫോഗർ ലൈൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. സ്റ്റോപ്പ് ലാമ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് ഈ ഒരു ഭാഗത്താണ് ക്രമീകരിച്ചത്. ഇവിടെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഉള്ളിലേക്ക് നല്ല വിസിബിളായിട്ട് കാണാം അല്ലേ. അടിപൊളി ഇൻറ്റീരിയറാണ്. 2 ഡോറാണ്, 4 സീറ്ററാണ്. പോയി നോക്കാം. ഇനി നമ്മൾ ഇൻറ്റീരിയറിലേക്ക് വരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് തരത്തിലാണ് ഡോർ ഓപ്പണിങ്. അതേപോലെ തന്നെ ഡോർ ഓപ്പൺ ആവുന്നത് മുകളിലേക്കാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു ഫ്രെയിംലെസ് ആണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ലെതർ കവേർഡാണ് കംപ്ലീറ്റ്ലി. ഇതെല്ലാം ലെതറാണ്. ഈ യെല്ലോ കാണുന്നതും ബ്ലാക്ക് കാണുന്നതും ഒക്കെ ലെതറാണ്. ഇവിടെ ഒക്കെ ലെതർ തന്നെയാണ്. ഇനി തോന്നുന്നു ഇതേപോലെ നമ്മൾ ഫുള്ളി ലെതർ റാപ്പഡായിട്ട് ഇതിന് മുമ്പ് കണ്ടുള്ളത് ബെൻറ്റ്ലിയിലാണ് എന്നുള്ളതാണ്. ഹർമലൊരു ബെൻറ്റ്ലി ഒക്കെ ഉണ്ട് കേട്ടോ, വേണ്ടവർക്ക് എടുക്കാം. ആസ്റ്റൺ മാർട്ടിൻ്റെ ഒരു ലോഗോ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. യെസ്, പവർ വിൻഡോ കൺട്രോൾസ്, അതുപോലെ തന്നെ ബാക്കിലത്തെ ബൂട്ട് ഓപ്പണിംഗ് കൺട്രോൾ, ഫ്യൂവൽ ലിഡിൻ്റെ ഓപ്പണിംഗ് കൺട്രോൾ, അതിൻ്റെ മിററിൻ്റെ കൺട്രോൾസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഈ മിററുകൾ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും ഒരുമിച്ച് നിൽക്കിയാൽ മതി. കേട്ടോ,
മിറർ ഫോൾഡായി, രണ്ട് സൈഡത്തെയും ഫോൾഡാവും. അത് അതേപോലെ തന്നെ ഒരുമിച്ച് നിൽക്കി കഴിഞ്ഞാൽ അൺഫോൾഡ് ആവുകയും ചെയ്യും. നൈസ്. അപ്പുറത്തും അതേപോലെ ചെയ്യും. ഓക്കെ, മ്യൂസിക് സിസ്റ്റം കാണാം. മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ഒരു ഹൈലൈറ്റ് ഉണ്ട്, അത് ഞാൻ അകത്തേക്ക് വരുന്ന സമയത്ത് കാണിക്കാം. ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ്, അത് നമുക്ക് വാട്ടർ ബോട്ടിൽ ഹോൾഡറായിട്ടും യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഇനി ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വാൻക്വിഷ് ഹാൻഡ് ബിൽറ്റ് ഇൻ ഇംഗ്ലണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. ബോസ് ഇംഗ്ലണ്ടിൽ ജനിച്ചതാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സീറ്റ് ലെതർ സീറ്റുകളാണ്. പല വാൻക്വിഷിനകത്തും പല ടൈപ്പ് ഓഫ് സീറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഗൂഗിളിലൊക്കെ നോക്കുന്ന സമയത്ത് പല ടൈപ്പ് ഓഫ് സീറ്റ് കാര്യങ്ങളൊക്കെ കാണാം. ഇതൊക്കെ ഹാൻഡ് ബിൽറ്റഡ് ആണ് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. ഇതിനകത്തുള്ള ഈ ഒരു സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊരു വെറൈറ്റി. അപ്പോൾ ഈ കാണുന്ന ഈ ബ്ലാക്ക് ഇത് ശരിക്കും നമ്മൾ വിചാരിക്കും ഒരു കളറാണെന്ന്, പക്ഷേ ആക്ച്വലി ഇത് കളറല്ല, സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ എല്ലാം എനിക്ക് തോന്നുന്നു സിമ്പിളി ഹാൻഡ് ബിൽറ്റ് ചെയ്തെടുത്തേക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ നമുക്ക് സീറ്റിൻ്റെ കൺട്രോളും അതുപോലെ തന്നെ മെമ്മറി ഫംഗ്ഷൻസും കാണാം. അകത്തുനിന്ന് കയറിയിരുന്നാൽ കാണില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഹാൻഡ് ബ്രേക്ക് ഇവിടെയാണ് കൊടുത്തേക്കുന്നത്, മാനുവൽ തന്നെയാണ്. സ്റ്റിയറിംഗ് വീലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ബോക്സി ഫീൽ കിട്ടുന്ന തരത്തിലുള്ളൊരു സ്റ്റിയറിംഗ് വീലാണ് അല്ലേ. ആ സൈഡൊക്കെ ഇങ്ങനെ ബോക്സി പോലെ. ഞാൻ കയറി ഇരുന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അതെ, ഈ ഭാഗം എനിക്കതൊന്ന് പിടിക്കുമ്പോൾ കുറച്ചും കൂടി ആ ഒരു റേസ് പാക്ക് ഫീൽ കിട്ടും എന്നുള്ളതാണ്. ആസ്റ്റിൻ മാർട്ടിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതവിടെ ക്രൂസ് കൺട്രോളിൻ്റെ കൺട്രോൾ, സ്പോർട്സ്, അതുപോലെ തന്നെ സസ്പെൻഷൻ്റെ ചെറിയൊരു കൺട്രോൾ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വോളിയം അപ്പ് ആൻഡ് ഡൗൺ തുടങ്ങിയാണ് ഇപ്പുറത്തേക്ക് കൊടുത്തിരിക്കുന്നത്. പാഡൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് കൺട്രോളുകൾ ഇവിടെയും കാണാൻ കഴിയുന്നതാണ്. എ സി വെൻറ്റ് ഇങ്ങനെ നമ്മൾ ആ ലോഗോ പറഞ്ഞ അല്ലെങ്കിൽ ഡോറ് പറഞ്ഞ പോലെ തന്നെ മുകളിലേക്ക് ഇങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ സ്റ്റിച്ചിങ് ഉണ്ടോ, ഇവിടെയൊക്കെ ലെതറാണ് എന്നുള്ളതിൻ്റെ ഒരു ഹൈലൈറ്റ് ആണത്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നോക്കിയാൽ അനലോഗാണ്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് രണ്ട് ബ്ലാക്ക് സംഭവം. അപ്പോൾ ഇത് രണ്ടും ഡിജിറ്റലാണ്. നമ്മളിത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ കേട്ടോ, അതിനകത്ത് ഗിയർ പൊസിഷൻ ഏതാണെന്ന് കാണിക്കും. അഡാപ്റ്റീവ് ഡ്രൈവിംഗ് ചെക്ക് ടയേഴ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. കാരണം നമ്മൾ ടയർ ചെരിച്ചിർത്തിയോണ്ട് ഡ്രൈവർ ഡോർ ഓപ്പണിംഗ് ആണെന്നുള്ളത് കാണിക്കുന്നു. അതുപോലെ തന്നെ ടയർ പ്രഷർ കാണിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, അതിനകത്തൊരു ചെറിയ ക്ലോക്ക്, അതായത് ഒരു ഡിജിറ്റൽ ടൈമിംഗ് നമുക്ക് കാണിക്കും. അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫീൽ ചെയ്തൊരു കാര്യം, സ്റ്റിയറിംഗ് വീലിൻ്റെ ഉള്ളിലൂടെ കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലാണ് ചെറിയ ഒരു ക്ലോക്ക്. അതായത് ഒരു ഡിജിറ്റൽ ക്ലോക്കാണ്. വണ്ണൊക്കെ എഴുതിയത് വണ്ണാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിരുന്നു കഴിഞ്ഞാലും റീഡബിൾ ആണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതിനകത്തും ഒരു ആസ്റ്റിൻ മാർട്ടിൻ്റെ ലോഗോ, ടെമ്പറേച്ചർ ഗേജ്, ഫ്യൂവൽ ഗേജ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഇത് കൊടുത്തേക്കുന്ന ആ ഒരു ഹൗസിംഗ് ഒക്കെ നല്ല ഭംഗിയുടെ ഒരു പ്രീമിയം ഫീൽ തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ സ്പീക്കറിൻ്റെ കാര്യം പറഞ്ഞില്ല, ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം ഇങ്ങോട്ട് നോക്കിയോ. ഇവിടെ ശരിക്കും ഒരു ട്യൂട്ടർ ഉണ്ട്. അതെങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇഗ്നീഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടാ അത് പൊങ്ങി വരുന്നുണ്ടോ, അങ്ങനെ പൊങ്ങി വന്നിട്ടുള്ള ഒരു പരിപാടിയാണ്. അതേപോലെ വേറെ ഒരു സാധനം പൊങ്ങി വരുന്നുണ്ട്. അത് ഞാൻ നിങ്ങൾ ഇപ്പുറത്ത് വരുമ്പോൾ കാണിച്ചു തരാം. ഇനി ഇതാണ് ഇതിൻ്റെ ഒരു സെൻട്രൽ ടണൽ. ഇതൊരു പ്രത്യേക ഷേപ്പിൽ ഇങ്ങനെ നിൽക്കുന്നു. എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്ത് ബുഗാട്ടിൻ്റെ ഒരു ലൈൻ ഉണ്ട് ഇവിടെ, ഈ ഒരു ഭാഗത്തൊരു ലൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ആ ലൈൻ പോലത്തെ ഒരു സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇതൊക്കെ ലെതർ റാപ്പിഡാണ്. ഇവിടെ കാർബൺ ഫൈബർ മെറ്റീരിയലാണ് കൊടുത്തേക്കുന്നത് ഈ ഒരു ടച്ച് ഭാഗത്ത് എന്നുള്ളതാണ്. ഇതൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. ഇത് ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഞാൻ കാണിക്കാം. എ സി വെൻറ്റ് ഇവിടെ സാധാരണ പോലെ തന്നെയാണ്, വിരിഞ്ഞ് നിൽക്കുന്ന പാറ്റേൺ അല്ല. ഇതാണ് ട്രാൻസ്മിഷൻ, പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇഗ്നീഷൻ സ്വിച്ച്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് ഞാൻ പറയാം, അതിന് മുമ്പ് ഇങ്ങോട്ട് വരാം. ഇവിടെ നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗണിൻ്റെ ബട്ടൺ. പിന്നെ അതുപോലെ തന്നെ ഇത് സെലക്ടറാണ്, നമ്മുടെ റോട്ടറി സ്വിച്ച്. ഇതിനകത്തൊക്കെ ഒരു ഫണ്ട് ഉണ്ട്. അതിന് മുന്നേ ഞാനൊരു കാര്യം കാണിക്കാം, ഈ വാഹനം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഇതാണ് ഇതിൻ്റെ കീ വരുന്നത്. ഇത് ശരിക്കും സെക്കൻഡ് കീ ആണ്. ഫസ്റ്റ് കീ ഒരു ഗ്ലാസ് ടൈപ്പ്ഡ് ആയിട്ടാണ് വരുന്നത്. അതിനൊരു പൗച്ചും കാര്യങ്ങളൊക്കെ ഇവർ കൊടുക്കുന്നുണ്ട് ആസ്റ്റിൻ മാർട്ടിൻ. ആ തരത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു സെക്കൻഡ് കീ ആണ്. അപ്പം ആ കീൻ്റെ ഇവിടെയും ഒരു ലോഗോ ഉണ്ടായിരിക്കും, ആസ്റ്റിൻ മാർട്ടിൻ എന്നുള്ളതിൻ്റെ ഫസ്റ്റ് കീൻ്റെ കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ടോ ഒരു ലോഗോ. ഈ ലോഗോയുടെ ഭാഗത്താണ് ഇത് പ്ലേസ് ചെയ്യുക. ഇത് ജസ്റ്റ് ഒന്നിങ്ങ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റിലത്തെ ഇപ്പോൾ ഇഗ്നീഷൻ ഓണായി. ഓക്കെ, ഇത് ഓപ്പണായി വന്നു. ഓസ്റ്റിൻ മാർട്ടിൻ എന്ന് പറയുന്ന ലോഗോ കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് വന്നു. ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ ഓപ്പണായി. അപ്പോൾ ജസ്റ്റ് ഇതിനകത്തേക്ക് വെച്ചിട്ട് ഫസ്റ്റത്തെ ലോക്കിലാണ് ഇതിൻ്റെ ഇഗ്നീഷൻ ഓൺ ചെയ്യുന്നത്. ഇതിതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രേക്കൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായാലും ബ്രേക്ക് അപ്ലൈ ചെയ്യണം. ഓക്കെ, ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവും. ഞാൻ കാണിക്കാം. വണ്ടി സ്റ്റാർട്ടായി. അങ്ങനെയാണ് ഇത് സ്റ്റാർട്ടാക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ അത് ഓഫ് ചെയ്യാണ്. ഓക്കെ, ഓഫ് ചെയ്തു. അപ്പം ആ തരത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ. ഇനി അതിനകത്തൊരു ഫണ്ട് കാണിക്കുക. ഇവിടെ കാണിച്ചു കാണാം. ഇത് ശരിക്കും ഈ സ്വിച്ചിൻ്റെ കൺട്രോളാണ്. ഇത് ജസ്റ്റ് നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ആനിമേഷൻ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഇത് ഇളകുന്നത് എങ്ങോട്ടാണെന്നുള്ളത് അവിടെ ആനിമേറ്റ് ചെയ്ത് കാണിക്കും.
നൈസായിട്ടൊരു സംഭവം. ഇത് സെലക്ടറാണ്, നമുക്ക് ഏതൊക്കെ വേണമെന്നുള്ളത് ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സീറ്റ് വെൻറ്റിലേഷൻ കാണാം. ഹീറ്റഡ് സീറ്റുകളാണ് കൊടുത്തത്. അതിൻ്റെ കൺട്രോളുകൾ രണ്ട് ഭാഗത്തിൻ്റെതും ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ സോഴ്സ്, റേഡിയോ, മെനു, ഹോം, ഫോൺ, നാവിഗേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഇത് സെലക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. വ്യൂ മാപ്പ്, ഓക്കെ, ഗോ ഹോം, അതാണ് വരുന്നത്. ചെറിയ ഒരു ഡിസ്പ്ലേ സിസ്റ്റമാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷേ റെസ്പോൺസീവാണ്. അതായത് റോട്ടറി സ്വിച്ച് പോലത്തെ സംഭവം ആയതുകൊണ്ട് പണ്ടൊക്കെ നമ്മൾ മെഴ്സിഡീസിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു സ്റ്റൈൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയില്ല, ഇതിൻ്റെ ഒരു കാര്യം കൂടി പറയുന്നത്, തൊടുന്ന സമയത്ത് ഒരു ചെറിയ വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യും. ഒരു ചെറിയ സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. ഇനി അതിൻ്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഹസാർഡ് ലാംപ്സ്, പാർക്ക് ബട്ടൺ, ട്രാക്ഷൻ കൺട്രോൾ, ലോഞ്ച് കൺട്രോൾ തുടങ്ങിയിട്ടുള്ള 4 ബട്ടണുകളും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ മൊത്തം കൺട്രോൾ പാനൽ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം എന്നുള്ളതാണ്. ഇനി ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതുപോലെ ഈ സാധനം ഒന്നും കൂടി താഴ്ത്തി കഴിഞ്ഞാൽ ഇവിടെ 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ടും 2 USB പോർട്ടുകളും നമുക്കിവിടെ കാണാം. നോർമൽ USB പോർട്ട്സാണ്. ഇനി ഇവിടെ ഒരു കപ്പ് ഹോൾഡർ ഭാഗം കാണാം. ഈ സാധനം വേണമെങ്കിൽ നമുക്ക് താഴ്ത്തി വെക്കാം. താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ വെള്ളം ബോട്ടിൽ വെക്കാനുള്ളൊരു ഫെസിലിറ്റി ഉണ്ട്. അതിന് സെപ്പറേറ്റ് ഒരു ഏരിയ പോലെയൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇനി അത് ഡ്യുവലാക്കണം എന്നുണ്ടെങ്കിൽ ഇതിങ്ങോട്ട് പൊക്കി വെച്ചാലും മതി. അപ്പോൾ ഒന്നുകൂടി വെക്കാൻ പറ്റും എന്നുള്ളതാണ്. ഗ്ലാസ്സൊക്കെ വെക്കാം. ഓക്കെ, ഇനി ഇത് ആംറസ്റ്റ് ലെതർ തന്നെയാണ്. അതിൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് സ്റ്റോറേജ് സ്പേസും ഇവിടെ കണ്ട അതേപോലെ തന്നെ 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട്, 2 USB പോർട്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്തും കാണാൻ കഴിയും എന്നുള്ളതാണ്. നൈസ്. ഇത് വേണമെങ്കിൽ എടുത്ത് ക്ലീൻ ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി കൂടി കേട്ടോ. റബ്ബർ, അത് നൈസായി. ഓക്കെ, ആസ്ട്രേ പോലെ വേണമെങ്കിൽ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഇനി ഇവിടെ ഒരു കപ്പ് ഹോൾഡർ ഉണ്ട്. അത് ബാക്കിലത്തെ ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ്. ഇനി ഇതിനകത്ത് ബാക്കിൽ 2 സീറ്റുകളുണ്ട്. ഫ്രാങ്ക്ലി 2 സീറ്റുകളുണ്ട്. പക്ഷേ ആ 2 സീറ്റും വലിയ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കുട്ടികൾക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പെറ്റ്സിന് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ മാത്രം ക്രമീകരിച്ചിട്ടുള്ളതാണ്. കാരണം കാലുള്ള ഒരാൾക്ക് അവിടെ ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഇനി ഈ സീറ്റ് ഇത് ശരിക്കും ആ ഒരു സ്പോർട്ടി സീറ്റുകളാണ്. ഹെഡ് റെസ്റ്റ് ഒക്കെ ഇതിനകത്ത് തന്നെ ഇൻബിൽട്ട് ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. ആ ഒരു സൈഡൊക്കെ ബോഡിയിലായിട്ട് ടച്ച് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പൊസിഷൻ കീപ്പ് ചെയ്യാൻ സഹായിക്കും. ആസ്റ്റിൻ മാർട്ടിൻ്റെ ഒരു ലോഗോയും അവിടെ കൊടുത്തിട്ടുണ്ട്. നൈസ്. ഇല്ല, ഒന്നുമില്ല, അവിടെ ബ്ലാങ്കാണ്, നോക്കണ്ട അങ്ങോട്ട്. ഇനി റൂഫ് ഇതൊക്കെ ശരിക്കും ആ ഒരു അൽക്കണ്ടാറ മെറ്റീരിയലാണ് സെറ്റ് ചെയ്തേക്കണേ. ഈ കളറും നല്ലതാണ്, പക്ഷേ ചളിയാവാതെ നോക്കണം എന്നുള്ളത് മാത്രമേ പ്രത്യേകതയുള്ളൂ. ഇനിതാ ഷെയ്ഡ് നോക്കിയാൽ വളരെ കുഞ്ഞ് ഷെയ്ഡ്. ഞാൻ ഇതുവരെ കണ്ടതിൽ ഏറ്റവും ചെറിയ ഷെയ്ഡ് ഇതാണ്. പക്ഷേ ഇതിനകത്ത് ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. അതാണ് എനിക്കിഷ്ടപ്പെട്ട്. കുറഞ്ഞ സ്ഥലത്താണെങ്കിലും നല്ല മിററാട്ടോ അവിടെ. അത്യാവശ്യം നമുക്ക് ഹെയറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു മിററാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ വളരെ ചെറിയ ഷെയ്ഡാണ് കൊടുത്തേക്കുന്നത് എന്നുള്ളതാണ്. ഓട്ടോമാറ്റിക് ഡയറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിറർ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം. ശരിക്കും പെർഫോമൻസ് എന്നുള്ള രൂപത്തിൽ പെർഫോമൻസ് ആയിട്ട് യൂസ് ചെയ്യാം. ലോഞ്ച് കൺട്രോൾ ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു പ്രൈസ് സ്പെക്ക്, സ്റ്റിയറിംഗ് വീൽസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഗിയർ എന്ന് പറഞ്ഞാൽ നോബല്ല, ടച്ച് പാനൽ അല്ലെങ്കിൽ ബട്ടൺ സ്റ്റൈലിലാണ് കൊടുത്തേക്കുന്നത്. ഈ കീയുടെ പരിപാടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനത്തെ കുറച്ചധികം ഹൈലൈറ്റ്സുകളുണ്ട്. ദാറ്റ്സ് നൈസ്. ഇനി നമുക്ക് എൻജിൻ ഒന്ന് നോക്കാം. ഇനി നമ്മളിതിൻ്റെ ഹൃദയഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു ലോക്ക് ഉണ്ട്. ആദ്യം അകത്തൊരു ലോക്ക് ഉണ്ട്. ഇനി ഇവിടെ ലോക്ക് അത് ഇങ്ങോട്ട് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് ഓപ്പൺ ചെയ്യാം. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ്. അതൊക്കെ ഒരു വിരലിട്ടൊക്കെ ഇങ്ങനെ പൊന്തിക്കാൻ പറ്റും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാർബൺ ഫൈബർ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഒരു കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. കാർബൺ ഫൈബർ മെറ്റീരിയൽ. ഇനി ഹൃദയത്തെക്കുറിച്ച് സംസാരിക്കാം. വളരെ പ്രശസ്തമായിട്ടുള്ള ആസ്റ്റിൻ മാർട്ടിൻ 6 ലിറ്റർ V12 എഞ്ചിനാണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തുള്ളത്. ആസ്റ്റിൻ മാർട്ടിൻ എന്ന് പറയുന്ന ഒരു ലെറ്ററിംഗ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 6.0, അതുപോലെ V12 തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഇത്രയും ഭാഗം ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് കുറച്ചും കൂടി നമ്മളുടെ ഒരു വീലില്ലേ, ഈ ഒരു വീലിൻ്റെ ഭാഗത്തേക്ക് തരത്തിലാണ് ഈ ഒരു സംഭവം കൊടുത്തേക്കണേ. എൻജിൻ ബാറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നൈസ്. ഒരു ഭയങ്കര ഫിറ്റായിട്ട് പാക്ക് ചെയ്ത പോലെ ഉണ്ട് അല്ലേ കാണുമ്പോൾ. വാഷർ ഫ്ലൂയിഡും കാര്യങ്ങളൊക്കെ അവിടെ സൈഡിലാണ് കൊടുത്തേക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഹാൻഡ് ബിൽഡാണ്. അത് ആരാണ് ചെയ്തേക്കണമെന്നില്ല ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടില്ല, ഹാൻഡ് ബിൽഡ് ഇൻ ഇംഗ്ലണ്ട്, ഫൈനൽ ഇൻസ്പെക്ഷൻ ബൈ കെയറൻ കോഫി. പുള്ളിയാണ് ഇതിൻ്റെ ഫൈനൽ ഇൻസ്പെക്ഷൻ കഴിഞ്ഞിട്ട് പുറത്തേക്ക് വിട്ടത്. അപ്പോൾ ഇതിനകത്ത് എന്ത് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാലും പുള്ളിയായിരിക്കും ഇതിൻ്റെ ഉത്തരവാദി എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി വേറെ കാര്യം കാണിച്ചാൽ ഇവിടെ സ്റ്റിക്കർ ഉണ്ടാകും. ശരിക്കും ഇതെന്തിനാണ് കൊടുത്തേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലി കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ആയിരിക്കുമല്ലോ. ഇപ്പോൾ എഞ്ചിൻ കുറച്ച് വലിഞ്ഞ് നിൽക്കുന്നത്, അതുമ്പോൾ തലതിപ്പോൾ തട്ടാതെ നോക്കണം എന്നാണ് അവർ ഉദ്ദേശിച്ചത്. ഇനി നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് പെട്ടെന്ന് നമ്മൾ മറക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിയാൽ മതി. അതായത് നമ്മൾ ബോണറ്റ് ഓപ്പൺ ആക്കിക്കൊണ്ട് എഞ്ചിൻ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്.
വെറുതെ തമാശക്ക് പറഞ്ഞാട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഹൃദയഭാഗം. 565 ഹോഴ്സ് പവറും 620 Nm ടോർക്കുമാണ് ഈ എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു 8 സ്പീഡ് ട്രാൻസ്മിഷനാണ് അതിന് കരുത്ത് പകർന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 298 വരെ നമുക്കിത് പുഷ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നിർഭാഗ്യവശാൽ നമുക്കിപ്പം ഇത് ഓടിക്കാൻ കഴിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സെയിലിന് വെച്ചേക്കുന്ന വണ്ടിയാണ്. 2,60,00,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം ഹർമൻ മോട്ടോഴ്സിൽ നിന്ന് സ്വന്തമാക്കാം എന്നുള്ള ഒരു ഓഫർ കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ പറയുകയാണ്. ഹർമൻ മോട്ടോഴ്സ് നിങ്ങൾക്കറിയാം, ഒരുപാട് വർഷമായിട്ട് യൂസർ കാർ ഡീലർഷിപ്പ് മേഖലയിൽ സജീവമായിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അവരുടെ കയ്യിലാണ്. അവരുടെ റോൾസ് റോയ്സ് ഉണ്ട്, ബെൻറ്റ്ലി ഉണ്ട്, BMW, ബെൻസ് എല്ലാ മോഡലുകളും ഉണ്ട്. അപ്പം നിങ്ങൾ ആരെങ്കിലും ഒരു യൂസർ കാർ എടുക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ഇതുവഴി പോവുകയാണെങ്കിൽ ഈ ഷോറൂമിൽ ഒരു വിസിറ്റ് ചെയ്യാം, വാങ്ക്വിഷൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാം എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ആസ്റ്റൺ മാർട്ടിൻ എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയുടെ വാങ്ക്വിഷ് എന്ന് പറയുന്ന മോഡലിനെയാണ് ഇത്ര നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഒരു 5 വർഷത്തെ റിട്ടയർമെൻറ്റിന് ശേഷം സെക്കൻഡ് ജനറേഷനായിട്ട് വാഹന വിപണിയിലേക്ക് പിന്നീട് കടന്നു വന്ന ഒരു മോഡലാണ്. ഇതിൻ്റെയും ലേറ്റസ്റ്റ് മോഡലുകൾ വന്നിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് കുറേ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. ഹെഡ്ലാമ്പിൻ്റെ പാറ്റേണിലൊക്കെ ചെറിയ ചേഞ്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഹർമൻ മോട്ടോഴ്സിൻ്റെ നമ്പറും അതുപോലെ തന്നെ ലൊക്കേഷൻ ഡീറ്റെയിൽസും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.